എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. SLC+2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് ഏകദേശ കൃത്യമായ ഡേറ്റ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. രണ്ടാം ഘട്ട വാല്യൂഷൻ ഏപ്രിൽ 21 മുതൽ 26 വരെ നടക്കും. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞും റിസൾട്ട് നേരത്തെ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. SLC പബ്ലിക് എക്സാം റിസൾട്ട് SLC+2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഏതാണ്ട് കൃത്യമായ ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ്. വാല്യുവേഷൻ ക്യാമ്പ് ഇപ്പോൾ വാല്യുവേഷൻ ക്യാമ്പ് രണ്ടാം ഘട്ട വാല്യുവേഷൻ ഏപ്രിൽ മാസം 21 തീയതി മുതൽ 26 തീയതി വരെ രണ്ടാം ഘട്ട വാല്യുവേഷൻ നടക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് മെയ് 8 പ്രതീക്ഷിക്കാം. മെയ് മാസം 8 തീയതി ഈ വർഷം വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. കാരണം രണ്ടാം ഘട്ട വാല്യുവേഷൻ ഏപ്രിൽ 26 കഴിയും. 26 വാല്യുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത വർക്കിംഗ് ഡേ തന്നെ എന്ത് ചെയ്യും, ടാബുലേഷൻ വർക്കുകൾ ആരംഭിക്കും. ടാബുലേഷൻ വർക്കുകൾ മീൻസ് നിങ്ങളുടെ മാർക്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ടാബുലേഷൻ വർക്ക്. ആ ടാബുലേഷൻ വർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയിലപ്പുറം എന്ത് ചെയ്യില്ല, ഈ ടാബുലേഷൻ വർക്കുകൾ പോവില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ പോലും വിദ്യാർത്ഥികൾക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ മെയ് 8 തന്നെ മെയ് 8 അല്ലെങ്കിൽ 8 തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും. ഈ കഴിഞ്ഞ വർഷം SLC പരീക്ഷാഫലം മെയ് 8 പുറത്തുവിട്ടത്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ഒന്നെങ്കിൽ മെയ് 8 അല്ലെങ്കിൽ മെയ് 8 മുമ്പ് തന്നെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഈ വർഷം പുറത്തുവിടും. കാരണം രണ്ടാം ഘട്ട വാല്യുവേഷൻ ഏപ്രിൽ 26 അവസാനിക്കും. 26 അവസാനിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത വർക്കിംഗ് ഡേ മുതൽ ടാബുലേഷൻ വർക്കുകൾ ആരംഭിക്കും. നിങ്ങളുടെ മാർക്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ് ആരംഭിക്കും. ആ ടാബുലേഷൻ വർക്കുകൾ കഴിഞ്ഞ് ഒരാഴ്ചക്കപ്പുറം എന്ത് വന്നാലും ടാബുലേഷൻ വർക്ക് പോവില്ല. കാരണം ലീവോ കാര്യങ്ങളൊന്നും വരാനില്ല. അതുകൊണ്ട് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ ടാബുലേഷൻ വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ടാബുലേഷൻ വർക്ക് വിദ്യാഭ്യാസ വകുപ്പ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അടുത്ത ചുമതല എന്നുള്ളത് റിസൾട്ട് പുറത്തുവിടണം. SLC+2 പുറത്തുവിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ടാബുലേഷൻ വർക്കും കൂടി പൂർത്തിയാകുന്ന പക്ഷം റിസൾട്ട് പുറത്തുവിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. പിന്നീട് എന്ത് ചെയ്താൽ മതി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാറ് വന്ന് ആ റിസൾട്ട് ഒന്ന് പബ്ലിഷ് ചെയ്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മെയ് 8 തീയതി പ്രസിദ്ധീകരിച്ചു. ഈ വർഷം വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. മെയ് 8 അതിനുള്ളിൽ തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന അപ്ഡേറ്റ് ലഭിക്കുന്നവർക്ക് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ പുതിയ കാണുന്നവരുമായി നമസ്കാരം. ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.